ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് നിങ്ങൾക്ക് എപ്പോൾ പറയാൻ പറ്റും? നമ്പർ 1, പേയിങ് യൂട്ടിലിറ്റി ബിൽസ്. ഇലക്ട്രിസിറ്റി ബിൽ, മൊബൈൽ ബിൽ, DTH റീചാർജ്. ഈ ബില്ലുകളൊക്കെ നിങ്ങളുടെ സ്വന്തം സേവിങ്സിൽ നിന്നാണോ അടയ്ക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് എപ്പോഴും പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ടോ? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നില്ല. നമ്പർ 2, പേയിങ് ലോൺ EMIs. ലോൺ EMI അടയ്ക്കാൻ നിങ്ങളുടെ ഏണിങ്സ് തികയാണ്ട് വരാറുണ്ടോ? ഈ ആവശ്യത്തിന് വേറെ ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വരികയാണെങ്കിൽ അത് കാണിക്കുന്നതും നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലെന്നാണ്. നമ്പർ 3, എമർജൻസി ഫണ്ട്. തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്കൊരു ജോബ് ലോസ് ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ 5-6 മാസത്തേക്ക് വീട്ടു ചെലവിന് മാനേജ് ചെയ്യാനുള്ള സേവിങ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? 75% ഇന്ത്യക്കാർക്കും അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് ഇല്ലെന്നാണ് ഒരു സർവേയിൽ തെളിഞ്ഞത്. അങ്ങനെ ഒരു ബാക്കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലെന്നാണ് അതും കാണിക്കുന്നത്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ നല്ലൊരു സൊല്യൂഷൻ ഉണ്ട്. ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്റ്റോക്ക് ട്രേഡിംഗ് പോലൊരു പാസീവ് ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. പെട്ടെന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുകയും ചെയ്യാം. സ്റ്റോക്ക് ട്രേഡിംഗ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.